അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ അച്ഛനെ അംഗീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നത്തെ അംഗീകരിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു നിർദ്ദേശം. നമ്മൾ തീരത്ത് കണ്ടൽ വെച്ച് പിടിപ്പിച്ചാൽ എന്താണ് മറ്റുള്ളവർക്ക് പ്രയോജനമെന്ന് പലരും ചോദിക്കാറുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഇതുണ്ടെങ്കിലേ മുകളിൽ മല നിലനിൽക്കൂ. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടൽ നിന്നാലേ മലയായി നിൽക്കൂ, മഴയായി പെയ്യൂ എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അച്ഛൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, AKG കണ്ട കാര്യം പറയുന്നത്. AKG അച്ഛൻ്റെ തോളിൽ തട്ടിയിട്ട് പറയുന്നുണ്ട്, നീ ഒരു ഹരിജൻ നരിക്കുട്ടിയാണ് എന്ന്. അന്ന് ഹരിജൻ എന്നുള്ള വാക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം നേരിട്ട് പറയാറുണ്ട്, നീ ഒരു ഹരിജൻ നരിക്കുട്ടിയാണ് എന്ന് തോളിൽ തട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതിനകത്ത് വേറൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ കാരിഗുരുക്കൾ ഒരു ഒടിവിദ്യയും കൂടി അറിയാവുന്നതാണ്. ഒടിവിദ്യ എന്ന് വെച്ചാൽ രൂപം മാറാൻ കഴിയുന്ന ഒരാളായിരുന്നു എന്നാണ് വിശ്വാസിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പുലിയായിട്ട് പോവുകയാണ്. അദ്ദേഹം പുലിയായിട്ട് രൂപാന്തരപ്പെട്ട് കാട്ടിലേക്ക് പോവാം. ഒരു കോമഡി ഉണ്ട്. ശ്രീനിവാസനും ഉണ്ട്. ഇവര് ചെയറിനകത്ത് ശ്രീനിവാസൻ പൊക്കിടുന്നുണ്ട്. ഓരോരാൾക്ക് ഓരോ ചെയറിന് അച്ഛൻ ശ്രീനിവാസന്റെ ചെയറിനാണ് കയറിയുന്നത്. ഇവര് അച്ഛനൊരു മൂലയിലാക്കാൻ നോക്കിയതാ. അച്ചാച്ചൻ നടുക്കിലും അത് ശ്രീനിവാസന്റെ ചെയറായിരുന്നു. പുള്ളി കിടുന്ന ഒരു ചെയർ. പിന്നെ ഓരോന്നും ശ്രീനിവാസനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. അച്ഛന്റെ തുമ്മാമ്പാക്ക് മുറുക്കാൻ പാത്രം പിടിക്കുക, വെള്ളം എടുത്തു കൊടുക്കുക, ഇതൊക്കെ ഈ പരിസ്ഥിതി റാലികൾ, പരിസ്ഥിതി പ്രവർത്തനം, പരിസ്ഥിതി കവിതകളൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഉണ്ട്. പരിസ്ഥിതി പ്രവർത്തനം ഏതാണ്ട് കവിതയാണ് എന്ന് പറയുന്നൊരവസ്ഥയിൽ ഉള്ള സമയത്താണ് ഈ കണ്ടൽ വിത്തുകൾ ശേഖരിക്കുകയും അതുപോലെ കണ്ടൽ കാടുകൾ നട്ടുപിടിപ്പിക്കുകയും, അതായത് പരിസ്ഥിതി പ്രവർത്തനം കവിത മാത്രമല്ല, അതൊരു പ്രവർത്തനമാണെന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന തരത്തിൽ കേരളത്തിൽ ഒരു വലിയൊരു അവബോധം കൊണ്ടുവന്ന വ്യക്തിത്വമാണ് കല്ലൻ പൊക്കൂടൻ, കണ്ടൽ പൊക്കൂടൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന് പരിസ്ഥിതി ഇടപെടൽ ഒരു വലിയ രാഷ്ട്രീയവും കൂടിയാണ്. ഞാൻ അദ്ദേഹത്തെ പരിസ്ഥിതി പ്രവർത്തനം എന്നോടൊപ്പം തന്നെ ഒരു ദളിത്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ദളിത് മേഖലയിൽ നിന്നും ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വം എന്നും കൂടി രണ്ട് തരത്തിലാണ് അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് കല്ലൻ പൊക്കൂടൻ്റെ മകളുടെ മകള്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഹനുജി ദാസ് ദമ്പതിമാരാണ്. അപ്പോൾ ഈ കല്ലൻ പൊക്കൂടനെ കുറിച്ച്, അതായത് അമ്മയുടെ അച്ഛൻ എന്ന നിലയ്ക്ക് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അച്ഛൻ ഏത് വർഷമാണ് മരിക്കുന്ന ഏത് വർഷമാണ്? 2015. നിങ്ങൾ ഈ ചെറുപ്പത്തിൽ എങ്ങനെയാണ് ഈ പൊക്കട മാഷിനെ കണ്ട് ചില വളരെ ചെറുപ്പത്തിലെ ഈ ഒരു ഇങ്ങനെ നല്ലല്ലോ, അമ്മയുടെ അച്ഛനെ നിലയ്ക്കല്ലേ കണ്ടിട്ടുണ്ടാവുക. എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടതിൻ്റെ ഓർമ്മകൾ? അച്ഛൻ എങ്ങനെ ഇടപെടുന്നത്? സൗമ്യമായിട്ടാണോ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു? ഒരു ബിംബങ്ങളൊക്കെ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ കുട്ടിക്കാലത്ത് അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെയായിരുന്നു. ഞാൻ ജനിച്ച് എൻ്റെ ഒരു അറിവ് തൊട്ട് അച്ഛൻ പരിസ്ഥിതി പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയായിരുന്നു. ഭയങ്കര ആ സമയത്തൊക്കെ നെൽകൃഷിയും കാര്യങ്ങളും ഞാൻ ഓർക്കുന്ന അച്ഛൻ നെല്ല് അതിൻ്റെ പണികളും നമ്മൾ ആ സമയത്ത് അച്ഛനെ ഒന്നിച്ച് പോകുന്നതും അങ്ങനെയുള്ള ഒരു ഒന്നിച്ച് ആ ഒരു ഓർമ്മയാണ് എനിക്ക് കുട്ടിക്കാലത്തില്. പിന്നെ അത് കഴിഞ്ഞ് ഓർമ്മ വെച്ചപ്പം തൊട്ട് അച്ഛൻ ഭയങ്കര കുട്ടികളെ നമ്മളെക്കാൾ സ്നേഹാന് അച്ഛൻ നട്ടു വളർത്തുന്ന കണ്ടുവെച്ചു. അതായത് അത് കറക്റ്റ് പങ്ക്ച്വലായിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഉച്ചവരെ പണിക്ക് പോകുന്നു, ഉച്ചയ്ക്ക് ശേഷം വന്ന് അങ്ങോട്ട് പഴയങ്ങാടിയൊക്കെ ഒരു നടത്താണ്. അത് നടക്കാന്ന് പറഞ്ഞാൽ ചുമ്മാ നടക്കല്ല, ഓരോ ചെടീനെയും ഭയങ്കര പരിപാലിച്ച് അങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ കുഞ്ഞായിരിക്കും, ഞാൻ നടക്കുമ്പോൾ അച്ചാച്ചനാണെങ്കിൽ നടക്കുന്നില്ലല്ലോ. നമ്മൾ പഴയങ്ങാടിയൊക്കെ പോയിരിക്കാം, അമ്മേൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് സമയം എടുത്താണ് ആ പരമ്പ് നടന്നു വരുന്നത്.
അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത്രയും ചെടിയോട് ഇത്ര ഇതായിട്ട് ഭയങ്കര കൗതുകം അതിനകത്തുണ്ടാകുന്ന ചെടികളും മീനും അതെല്ലാം നമുക്ക് അങ്ങനെ ഞാൻ ഇതിനെല്ലാം കാണുന്നു, അതിനോടൊരു ഇഷ്ടം തോന്നുന്നതും അങ്ങനെയൊക്കെ. അപ്പം ഈ ചോദിക്കുമ്പോൾ അച്ഛൻ പറയും ഇത് മനുഷ്യരെക്കാളും നിങ്ങളെയൊക്കെ നോക്കുന്നതിന് പകരം ഇവരെ നോക്കിയാല് എന്തെങ്കിലും എല്ലാം നിന്റെ മാമന്മാര് അമ്മനൊന്നും നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവസാന കാലത്ത് നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാകുന്നതാ. പിന്നെയാണ് പഠിച്ചു വരുമ്പം കണ്ടതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇത്രയും വലിയൊരു ഇതായിരുന്നു അന്ന്. അച്ഛന് 2ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. +2 സയൻസ് എടുത്തപ്പോൾ ബോട്ടണിയിലൊക്കെ നമ്മൾ ഇത് പഠിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ അച്ഛൻ അന്ന് ഇതിനെ കുറിച്ച് ഇത്രയും ഇതായിട്ട് എന്തോ ഞാൻ BEd പഠിക്കുന്ന സമയത്ത് ഇതൊരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയത് അന്ന് കുട്ടിക്കാലത്ത് കണ്ട ആ ഒരു ഇത് അത്രയും ഇതില്ല. പിന്നെ പറയാൻ അച്ഛൻ ഭയങ്കര ആന്റി ഫെമിനിസ്റ്റ് ആണ്. വീട്ടില് ഭയങ്കര പുരുഷൻ ആണ്. എല്ലാരും അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഭയങ്കര പറഞ്ഞിട്ടും നമ്മുടെ വീട്ടിൽ ഇതൊന്നും അറിയുന്നില്ലല്ലോ അതില് ഒരു കാര്യം സമ്മതിക്കല്ലേ. പക്ഷെങ്കില് ആള് ഭയങ്കര നമ്മളൊരു കരുതലുണ്ടായിരുന്നു. സൊസൈറ്റിയില് ഭയങ്കര നമുക്കൊരു പ്രശ്നം വരാതെ അങ്ങനെ ഒരു സംഗതി അച്ഛന് ഭയങ്കര കരുതലും സ്നേഹം. അമ്മമ്മ ആണെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് എന്നുള്ളൊരു എനിക്ക് കാണിച്ചു തന്നതും കൂടെ അച്ഛൻ ഭയങ്കര ഡോമിനേറ്റഡ് ആണെങ്കിലും ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കരുതലാണ്, ഭയങ്കര മരിച്ചു കഴിഞ്ഞപ്പം അമ്മമ്മേന്റെ കാല് കഴുകിയ വെള്ളം കുടിച്ചു. അയ്യോ, അമ്മമ്മയാണ് ആദ്യം ഈ ഡോമിനൻസിന്റെ എല്ലാം ഒരു എന്താണ് അതിന്റെ എല്ലാം ഒരു അതിനോടെല്ലാം ഒരു സമരസപ്പെടുന്നതിന് വേണ്ടിയായിരിക്കും. അതുപോലെ തന്നെ എവിടെ പോയാലും ഭാര്യയെ കൊണ്ടുപോകും, കാണിക്കേണ്ട സംഗതികളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ വളരാൻ അമ്മമ്മേന്റെ ഒരു വലിയ ശക്തി ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് അച്ഛൻ ഇങ്ങനെ എഴോംകുറ കേസിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഈ 6 മക്കളെയും വെച്ചിട്ട് നിന്നതും പിന്നെ രാഷ്ട്രീയക്കാരെല്ലാം വന്ന് അമ്മമ്മക്ക് അതിന്റെ ഭയങ്കര ഒരു ധൈര്യവും ആ സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് നിന്നതും അങ്ങനൊക്കെ ഒരു കഥകള് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് അമ്മ എന്താ പറയാ അച്ഛനെ കുറിച്ച്? അമ്മ മൂത്ത മോളായിരുന്നു. അത് 4 മക്കളങ്ങനെ അബോട്ടായി പോയിട്ടുണ്ടായ മൂത്ത മോളാണ്. ബാക്കി എത്ര പേരുണ്ട്? ബാക്കി 5 പേര്. ആരൊക്കെയാന്ന് പറയാം, പേര് പറഞ്ഞു. അമ്മയാണ് മൂത്തത് പുഷ്പലത, രണ്ടാമത് ആനന്ദ്, ഹൈസ്കൂള് എഴുത്തുകാരനായ. പിന്നെ മൂന്നാമത്തെ ഒരു പെണ്ണാണ് പുഷ്പവല്ലി. എന്ത് ചെയ്യുന്നു? ഒരു ടൈലറിംഗ് ഒക്കെ ആയിട്ട്. നാലാമത്തെ ആള് ഒരു ലേഡിയാണ്, ലേഖ. എന്ത് ചെയ്യുന്നു? അവര് സാധാ നാടൻപണി എടുക്കും, സൂപ്പറാണ്. പിന്നെ നേവിയില്. പിന്നെ രഘുനാഥനാണ് ഇപ്പം അച്ചാച്ചന്റെ ഇതെല്ലാം കൊണ്ട് നടക്കുന്നത്, ഫോളോ ചെയ്യുന്ന ആള്. ലിറ്റററി പുള്ളിയെ പോലെ തന്നെ ഫീൽഡിൽ പോയി വർക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് രഘുനാഥനാണ്. ശരിക്കും രഘുനാഥനെ പരിചയമില്ല. പുള്ളി കേരളത്തിൽ പൊതുവെ അറിയാത്ത ഒരാളാണ് ആളല്ലേ? അപ്പൊ അദ്ദേഹത്തെ ഒരു പരിചയപ്പെടുത്തേണ്ടതുണ്ട്. മറ്റേ പിന്നെ ആരാ? ചെറിയ മാമൻ. ആരാ? ഞങ്ങളെ സുഹൃത്ത്. ശ്രീ പൈതലൻ. അമ്മ എങ്ങനെയാണ് അച്ഛനോ? അത് താങ്കളുടെ അമ്മ അച്ഛനെ കുറിച്ച് എന്താ പറയാറുള്ളത് സാധാരണ? അമ്മന്റെ ഓർമ്മയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം. അമ്മയായിരുന്നല്ലോ മൂത്ത മകള്. അത് കാരണം ഇവര് അമ്മക്ക് 5ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. അമ്മയായിരുന്നു ഈ താഴെയുള്ള എല്ലാ അച്ഛനും വലിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അമ്മയും അമ്മമ്മയായിരുന്നു. അപ്പം
അച്ഛനെ കുറിച്ച് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കൂടെ അന്ന് കണ്ടൽ വെക്കാനൊക്കെ പോകുന്ന അമ്മയായിരുന്നു. ആണല്ലേ? കുഞ്ഞായിരിക്കും. അല്ലേ? മുകളെയും പിടിച്ചോണ്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്, ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഈ കണ്ടൽ നട്ടുപിടിച്ച സമയത്ത് അത് വെട്ടിക്കളഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടും അവിടുത്തെ ചില പ്രാദേശിക കലാപങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ആത്മകഥയിൽ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണ കേട്ടിട്ടുണ്ടോ? ഈ കണ്ടൽ, ആ നാട്ടിലെ ഈ കണ്ടൽ വെച്ചുപിടിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കണ്ടൽ വെച്ചുപിടിപ്പിക്കുന്ന ആ സമയത്ത് നമ്മൾ പുഴയുടെ നടുക്കൂടിയാണ് ഈ വഴി, ടൗണിലേക്ക് പോണെങ്കിൽ ഒരു വരമ്പായിരുന്നു. അപ്പൊ കുഞ്ഞിൽ ആ സമയം ആദ്യത്തെ നാട്ടുകാർക്കും കുട്ടികൾക്കും ഒക്കെ സ്കൂളിൽ പോവാനും ടൗണിലേക്ക് പോവാനൊക്കെ വഴിയില്ലായിരുന്നു. ഈ ഓരോ വരമ്പ് കിട്ടും, അത് മഴ വരുമ്പം അത് പോകും, പിന്നെ കൊടയും എല്ലാം പോകും. സ്കൂളിൽ പോലെല്ലാം കുറവായിരുന്നു ആ സമയത്ത്. മഴക്കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോകില്ല. അങ്ങനെ ഇത് കണ്ടു ഒരു കാര്യം കൂടി അതായത് ഈ പുഴയുടെ സ്വഭാവം ഭയങ്കര വിചിത്രമാണ്. രാവിലത്തെ കാണുന്ന പുഴയല്ല ഉച്ചക്കത്തെ പുഴ, വൈകുന്നേരം ആകുമ്പോൾ അതിന്റെ സ്വഭാവം മാറും. എങ്ങനെ എന്ന് വെച്ചാൽ അത് ഭയങ്കര ഓളം ഉണ്ടാവും, കടല് പോലെ തന്നെ ഭയങ്കര തിരമാല ഉണ്ടാവും, കാറ്റടിക്കും. അങ്ങനെ ഭയങ്കര ഈ പഴയങ്ങാടി പുഴ ഭയങ്കര വളരെ വിചിത്രമായ സ്വഭാവമുള്ള ഒരു പുഴയാണ്. രാവിലെ വളരെ ശാന്തമായിരിക്കും, ഒരു ഓളം പോലും ഉണ്ടാവില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ രൂപം മാറും. അങ്ങനെ പല സ്വഭാവങ്ങളുള്ള പുഴ. അതിന് നടുക്കൂടെ ഒരു വരമ്പായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ ഒരു ദ്വീപ് പോലെയാണോ? ഇത് ഈ മുട്ടുകണ്ടി എന്ന് പറഞ്ഞത് ഒരു എന്താ പറയണ്ട ചതുപ്പ് നിലമാണ്. അവിടെ യഥാർത്ഥത്തിൽ പഴയ പട്ടികജാതിക്കാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. മെയിൻ ലാൻഡ് അല്ലത്. അപ്പൊ അങ്ങോട്ടേക്കുള്ള ഒരു വഴിയാണ് ഈ നഗരത്തിന്റെ പുറത്തുള്ള ഒരു പ്രദേശം, ഒരു എന്താ പറയണ്ട ഒരു ഔട്ട്സ്കേർട്ട് ആണ് ഈ സ്ഥലം. ഈ സ്ഥലത്തേക്കുള്ള ഒരു പഴയ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഒരു വരമ്പ് പോലെ ഒരു വഴിയായിരുന്നു. ഇതിന്റെ ഇടയിൽ ഈ ഞണ്ടുകൾ വന്നിട്ട് മാളം ഉണ്ടാക്കി വെക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അത്ര സ്ട്രോങ് അല്ല, ഇത് പെട്ടെന്ന് പൊളിഞ്ഞു പോകല്ലേ, വഴി നടക്കാൻ പറ്റാതെ. അങ്ങനെ ഒരു സ്ഥലത്താണ്. അതാണ് അജി പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഇത് വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങിയത്. വെച്ച് പിടിച്ചപ്പോ അത് സ്ട്രോങ് ആയിട്ട് നിന്നു. അല്ല അങ്ങനെയാണ് ഞങ്ങൾ അച്ഛൻ്റെ ഒരു റെമഡി ആയിരുന്നു. അവിടെ കണ്ടൽ വെച്ചാൽ ഈ വഴി നന്നാവും. ഓ ഓക്കെ. അത് പുള്ളിക്കാരൻ അറിയാം ഇതിന്റെ ഒരു പ്രാധാന്യം. ഇത് വെച്ച് കഴിഞ്ഞാൽ മണ്ണൊലിപ്പ് തടയും, ലാൻഡ് ഭയങ്കര സ്ട്രോങ് ആകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇത് വെച്ച് പിടിപ്പിക്കുന്നത്. ഈ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കണ്ടൽ ചെടി വെച്ച് പിടിപ്പിക്കുന്നത്. അതിനുശേഷമാണ് പുള്ളിക്ക് തന്നെ മനസ്സിലാകുന്നത് ഇത് ഭൂമിയെ അത് വേരിൽ ഉറപ്പിച്ച് നിർത്തും. അതെ. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി അങ്ങനെ സാധനം സത്യം അതൊരു വലിയ ദീർഘവീക്ഷണമാണ്, വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. ആദ്യം എനിക്ക് തോന്നി വേറൊരു കാര്യം, അപ്പൊ ഇത് വെച്ച് പിടിപ്പിക്കുക. ഇതിനകത്ത് പ്രത്യേകത എന്നാന്ന് വെച്ചാൽ കണ്ടൽ കാടുകൾ അന്ന് വരെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വിത്ത് ശേഖരിച്ച് ഇതിങ്ങനെ വെച്ച് പിടിപ്പിക്കാമെന്ന് ആർക്കും അറിയില്ല. തന്നെ അങ്ങ് വരുവാണ്. ഇതിനെപ്പറ്റി അങ്ങനെ ഈവൻ ഇതിന് ശേഷമാണ് ഈ അച്ഛൻ ഇത് കണ്ടുപിടിക്കാണ്. ഇങ്ങനെ സ്വന്തം പരീക്ഷണത്തിലൂടെ ഇതെങ്ങനെ വെച്ച് പിടിപ്പിക്കാന്ന് പുള്ളി തന്നെ കണ്ടെത്തിയിട്ട് പുള്ളി അതിന്റെ ഇത് നിരീക്ഷിച്ച് എങ്ങനെയാണ് ഈ വിത്ത് വീഴുന്നതെന്നും ഒക്കെ മനസ്സിലാക്കി പുള്ളി അത് ഒരു മെത്തേഡ് തന്നെ പുള്ളി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. വെച്ച് പിടിപ്പിക്കാന്ന് ഒരെണ്ണം വെച്ചിട്ട് അതങ്ങനെ അവിടെ നിൽക്കൂല. നമ്മളൊരു മാവ് നട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കും, വെള്ളം അത് ഒഴിച്ച് കുറച്ച് പരിപാലിച്ച്. ഇത് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴുകിപ്പോവും. കാരണം പുഴ ഭയങ്കര അതിനെ മക്കളെ പരിപാലിക്കുന്ന പോലെ പാലിക്കണം അല്ലേ, അല്ലെങ്കിൽ അത് ഇല്ലാതായി പിടിച്ചു വരുന്നത്. അത് ചെയ്യാനും പറ്റും. അത് പോവും, വീണ്ടും നട്ട് അങ്ങനെ അതിനെ അത് എത്രയോ കിലോമീറ്ററുകൾ ആണ് അത് വെച്ച് പിടിപ്പിച്ചത്. 2 കിലോമീറ്റർ അടുത്തുണ്ട് അത്. അങ്ങനെ വെച്ചിട്ടാണ് ഇന്ന് ആ വഴി പോലും ഉണ്ടായത്. ആണല്ലേ? ഇന്നിപ്പോ അത് നല്ലൊരു വഴിയായി മാറി, ടാർ ചെയ്ത വഴിയായി മാറി. അപ്പോൾ ഇവിടെ അത്രയും കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ആ വഴി തന്നെ സ്ട്രോങ് ആകുന്നത്. പിന്നെ അദ്ദേഹം ഒരു ബാംബു മെത്തേഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ സമയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ബാംബു മെത്തേഡ് മുളക്കകത്ത് വെച്ചിട്ട് മുളപ്പിച്ചെടുത്തിട്ട് അത് കാരണം അത് ചെളി താത്ത് കഴിഞ്ഞാൽ എത്ര തിരമാല അടിച്ചാലും അത് പോവില്ല. അങ്ങനെ ഇതിന് പിന്നീട് ഇത് വേര് പിടിച്ചു കഴിഞ്ഞാൽ ഇത് സ്വയം മുള പൊട്ടിച്ച് അതോടെ നിന്നോളും. പിന്നെ അവനെ JCB പിടിച്ചാൽ പോലും അത് അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിലാണ് ചെയ്യുന്നത്.
ഈ ബാബു കാമ്പ്രത്തിൻ്റെ ഞങ്ങൾ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്നൊരു ഒരു ഡോക്യുമെൻ്ററിയാണ് ബാബു കാമ്പ്രത്തിൻ്റെ ആദ്യം വരുന്നത് കൈപ്പാടെന്ന് പറഞ്ഞ സാധനം. കൈപ്പാടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പാടം, ചെളിപ്പാടല്ലേ? കൈപ്പാടാണ് യഥാർത്ഥത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ചതുപ്പ് നിലങ്ങളാണ് ഈ കൈപ്പാട്. ചതുപ്പ് നിലങ്ങൾ, അത് കായലിനോട് ചേർന്നുള്ള ചതുപ്പ് നിലങ്ങളെ കൈപ്പാട്. മാർഷി ലാൻഡാണ്. ഓക്കെ. അവിടെ എന്ന് വെച്ചാൽ അവിടെ ജീവിതം സാധ്യമല്ല, ഒരു ചെടിക്കും ജീവിക്കാൻ പറ്റില്ല. അവിടെ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ദലിതരായിട്ടുള്ളവർ ആ ഭൂമിയെ ഉണ്ടായിരുന്നുള്ളൂ. അവരവിടെ കൃഷി ചെയ്യുകയും വീട് വെക്കുകയും ഒക്കെ ചെയ്ത് പരിസ്ഥിതിയോട് മല്ലിട്ടിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അവരുടെ വീട് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് അത് പൊളിഞ്ഞു പോകും. ഓ, അത് ശരി. അങ്ങനെയാണ് ആ ലാൻഡ് അവർ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു മീൻപിടുത്തം ഒരു ഘടകമല്ലേ? എന്താ മീൻപിടുത്തത്തെ അച്ഛൻ മീൻ പിടിക്കുമായിരുന്നോ? എങ്ങനെയാണ് അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞണ്ടും ഇവരുടെ ജീവിതമായിട്ട് ഭയങ്കര ഒരു ബന്ധമാണ്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ ഓർക്കുന്നുണ്ട്, കുഞ്ഞിലെ നമ്മളിപ്പോ രാവിലെ ദോശ ഇഡ്ഡലിയും അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്നതിന് പകരം ഇവര് ഞണ്ട് പുഴുങ്ങിയിട്ടാണ് പറയുന്നത്. അതായിരിക്കും വൈകുന്നേരം മിക്കപ്പോഴും. അത് ഈ മീനുമായിട്ട് അച്ഛൻ്റെ ചൂട്ടാച്ചി എന്ന് പറയുന്നത് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം രാവിലെ തന്നെ ഈ ഞണ്ട് ഒരു കലത്തിനകത്ത് പുഴുങ്ങി അത് മക്കൾക്ക് എല്ലാവർക്കും കൊടുത്ത് ഉച്ചക്കും അതിന്റെ ചമ്മന്തിയും അങ്ങനെ ആക്കി കഞ്ഞിയും ഇതാക്കി കഴിക്കുക. അങ്ങനെ മീനുമായിട്ട് ഭയങ്കര പിടിക്കാൻ പോകുന്നത് തന്നെ നൈറ്റിൽ. പിന്നെ അച്ചാച്ചനല്ല ഒരു ഇതെന്ന് അച്ഛൻ വേറൊരാളെ പറമ്പിൽ പണിയെടുക്കാനൊന്നും പോയിട്ടില്ല. അച്ചാച്ചൻ തന്നെ ഞാൻ പണ്ട് പോയെന്നൊന്നും എനിക്കല്ല, പക്ഷെ അച്ചാച്ചൻ തന്നെയാണ് കൃഷി ചെയ്യുന്നതും നെൽകൃഷിയാണെങ്കിലും കാര്യങ്ങളെല്ലാം. മീൻ പിടിക്കാൻ പോകുന്നതും വല നെയ്ത് അച്ചച്ചൻ വല കെട്ടി ആക്കിയിട്ട് അച്ചച്ചൻ തന്നെ പോയി പിടിക്കും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. അപ്പൊ ഞാൻ പോയിട്ടുണ്ട് രാത്രിയിൽ അച്ചച്ചൻ ഒന്നിച്ച്. ഇതേപോലെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും ഈ കണ്ടിൽ വെച്ച് പിടിപ്പിക്കുന്നതിന് കേരളത്തില് ഒട്ടുമിക്ക സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഞാൻ അച്ചച്ചൻ്റെ കൂടെ ആദ്യം തിരുവനന്തപുരത്തൊക്കെ പോകുന്നത്. പിന്നെ അവാർഡ് മേടിക്കും. അവസാന ഘട്ടത്തിലൊക്കെ ലാസ്റ്റ് അവാർഡ് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ ആചാര്യ അവാർഡ്, ആചാര്യ ശ്രേഷ്ഠ എന്ന് പറഞ്ഞൊരു അവാർഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കൊടുത്തത്. നമ്മുടെ ഗവർണറാണ് അത് കൊടുത്തത്, മുഹമ്മദ് ആരിഫ് ഖാൻ ആണ് അത് കൊടുത്തത്. ഞാനും 2003 ആ കാലഘട്ടത്തില് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അവിടെ ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം, മറ്റേ കണ്ടൽക്കാട് എൻ്റെ ജീവൻ എന്നുള്ള പുസ്തകം വരുന്നു. അതിൻ്റെ ഒരു പരിചയപ്പെടുത്തലായിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യം അദ്ദേഹത്തെ കാണുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ കുടമാഷിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് എങ്ങനെയായിരുന്നു പുള്ളി രാഷ്ട്രീയത്തിൽ? രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം കമ്മ്യൂണിസം നമ്മൾ അവിടുത്തെ കമ്മ്യൂണിസം രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് അച്ചച്ചൻ്റെ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ മാർക്സിസം രൂപം കൊള്ളുന്നത്. പാർട്ടിയുടെ തുടക്കകാല പ്രവർത്തകനായിരുന്നു. ഏഴോം കൊലക്കേസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രമാദമായിട്ടൊരു കേസുണ്ട്. അതെന്ന് വെച്ചാൽ അന്ന് അവിടുത്തെ ഒരു കർഷകർ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവർ കൂലി കൂടുതൽ ചോദിച്ചുകൊണ്ടൊരു സമരം നടത്തുകയും ചെയ്തു. അപ്പോൾ ആ സമരം മുതലാളിമാർ അന്ന് MSP ആണ്, മലബാർ സ്പെഷ്യൽ പോലീസ്, അവരെയൊക്കെ ഇറക്കി ചില ഗുണ്ടകളെയൊക്കെ കൊണ്ടുവന്ന് ഈ തൊഴിലാളി സമരം അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് ഈ ഗുണ്ടകൾ ഈ തൊഴിലാളികളുടെ ക്യാമ്പുകൾ ആക്രമിക്കുകയും അവരെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ അച്ചച്ചൻ്റെ നേതൃത്വത്തിൽ അതിനെ ചെറുത്ത് നിൽക്കുകയും അതിൽ 1-2 ഗുണ്ടകൾ, ഒരാളാണോ 1-2 പേര് മരിക്കുകയും ചെയ്തു ആ സംഘർഷത്തിൽ. അതാണ് പ്രമാദമായിട്ടുള്ള ഏഴോം കൊലക്കേസ്. അപ്പം അങ്ങനെ അദ്ദേഹം ഒളിവിൽ പോവുകയും ചാത്തിട്ടൊക്കെ ഉണ്ട്. അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷെ ഈ ജന്മിമാരുടെ ഭാഗത്തു നിന്ന് മരണം ഉണ്ടായപ്പോൾ അത് വലിയ വാർത്തയാവുകയും തൊഴിലാളികളുടെ അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം 1-ാം പ്രതിയോ 2-ാം പ്രതിയോ ഉണ്ടായി. അങ്ങനെ ഇവർ ഒളിവിൽ പോകും. അപ്പം ആ സമയത്ത് MV രാഘവൻ ആണ് ഇവരെ ഒളിവിൽ പാർപ്പിക്കുന്നത്. അപ്പം AKG അച്ചച്ചൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, AKGയെ കണ്ട കാര്യം പറയുന്നുണ്ട്. AKG അച്ചച്ചൻ്റെ തോളിൽ തട്ടിയിട്ട് പറയുന്നുണ്ട്, നീ ഒരു ഹരിജൻ നരിക്കുട്ടിയാണ് എന്ന്
അന്ന് ഹരിജൻ എന്നുള്ള വാക്ക് ഓക്കേ. വ്യാപകമായിട്ട് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം നേരിട്ട് പറയാറുണ്ട് നീ ഒരു ഹരിജൻ നരിക്കുട്ടിയാണ് എന്ന് തോളി തട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നപ്പം തന്നെയാണ് അച്ഛൻ തിരിച്ചറിയുന്നത് നമ്മളൊരു ഇതിനെ കുറിച്ചിട്ട്. അത് സമുദായമാണ്. സമുദായം, എനിക്കൊക്കെ സമുദായത്തിനെ കുറിച്ച് അറിയുന്നത് നമ്മുടെ വീട്ടില് അച്ഛന് ഒരു സ്ഥലത്തും ഇല്ലാത്തൊരിതാണ് അംബേദ്കർ ഫോട്ടോ, അയ്യങ്കാളിന്റെ ഫോട്ടോ ഒക്കെ അന്ന് നമ്മുടെ വീട്ടില് ആടെ ഒരു വീടുകളിലും ഇല്ലാത്ത വടക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു ഇല്ലാത്ത സമയത്ത് ഒരുപക്ഷെ അവിടെ ആയിരിക്കും ആദ്യത്തെ അങ്ങനെ അത് വേറൊരു രസകരമായ ഒരു കാര്യം. അത് കല്ലറ സുകുമാരനായിട്ടുള്ളൊരു അടുപ്പുണ്ടല്ലേ. കല്ലറ സുകുമാരൻ ആ ഒരു കാലത്ത് മലബാറിൽ വരികയും എനിക്ക് തോന്നുന്നു അച്ഛനുമായിട്ട് നേരിട്ട് പരിചയപ്പെടുകയും വീട്ടിലൊക്കെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സമുദായ പ്രവർത്തനത്തിലേക്ക് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അദ്ദേഹത്തിന് കല്ലറ സുകുമാരന് ഭയങ്കര ബഹുമാനവും സ്നേഹമൊക്കെ അല്ലേ? അല്ല, അത് അദ്ദേഹത്തിന് ആത്മകഥയിൽ എനിക്ക് പറയുന്നതായിട്ട് തോന്നുന്നത് ഇങ്ങനെ ഏതോ ഒരു സമ്മേളനത്തിന് എന്തോ മുറി ഒരു ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നപ്പോൾ സമ്മേളനത്തിൽ ഈ ഒളിവിൽ പോകുന്ന ആ സമയത്താണല്ലേ എന്നാ പൊക്കൂടനും കാഞ്ഞിരനും ആ മുറി താമസിച്ചോ അവിടെ ഒരു അതാ ഒളിവിൽ താമസിക്കുന്ന സമയത്താണ് പൊക്കൂടനും രണ്ടുപേരും ദളിതരാണ്. അപ്പൊ ഈ രണ്ടുപേരെ മാത്രം ഒരു റൂമിലേക്ക് വിടുന്നതിന്റെ ഒരു സംഭവം പുള്ളി ഫീൽ ചെയ്തതായിട്ട് പുള്ളി അത് ചോദ്യം ചെയ്യും. പിന്നീട് ജാതിയെ മറികടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഉണ്ടാവുന്നത് പൊക്കുട മാഷിലാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ജാതിയെ മറികടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലേ? ഒരു വർഗ സമരം കൊണ്ട് ജാതിയെ അങ്ങനെ അങ്ങ് മുറിച്ചു കിടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഞാനൊരു പക്ഷേ പരിസ്ഥിതി പ്രവർത്തനത്തെക്കാൾ പൊക്കുട മാഷിനെ മനസ്സിലാക്കുന്നത് അല്ല, ഞാൻ ഒരു പൊളിറ്റിക്കലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഈ വടക്കൻ കേരളത്തിൽ നിന്ന് ജാതി ആണ് പ്രധാനം, എത്ര വർഗപ്പെട്ടാലും ദളിതരെ അങ്ങ് വർഗപ്പെടുത്താൻ പറ്റില്ല എന്നൊരു സാധനം ആദ്യമായി വടക്കൻ കേരളത്തിൽ വിളിച്ചു പറഞ്ഞ ഒരാളെന്നൊക്കെയാണ് ഞാൻ അദ്ദേഹത്തെ കൂടുതൽ ബഹുമാനിക്കുന്നത്. വേറൊരു രസകരമായ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ അച്ഛൻ ഭയങ്കര നിരീശ്വരവാദിയായിട്ടുള്ള ഒരാളാണ്, ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹം പിന്നെ അമ്മമ്മ ഭയങ്കര ഈ കീഴാള ദൈവങ്ങളോടൊക്കെ ഭയങ്കര ഒരു ആരാധനയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം അമ്മമ്മ ഈ തെയ്യങ്ങൾ കാണാനൊക്കെ പോകുമ്പോൾ അദ്ദേഹം ഭയങ്കര വിലക്കുകയൊക്കെ ചെയ്യും, പോകണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഇഷ്ടമല്ല, കാരണം ഇവരൊന്നും നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല എന്നൊരു ബോധ്യം പുള്ളിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വിടാതിരിക്കുകയും എന്നാൽ ഒരു തെയ്യത്തോട് അദ്ദേഹത്തിന് ഭയങ്കര ബഹുമാനം അദ്ദേഹം പുലർത്തിയിട്ടുണ്ട്. അത് പൊട്ടൻ തെയ്യത്തിനോടാണ്. പൊട്ടൻ തെയ്യാണോ? പൊട്ടൻ തെയ്യം ശരിയാണ്. ഈ രണ്ട് തെയ്യങ്ങളോട് അദ്ദേഹത്തിന് രണ്ടും ഒരു സാമുദായിക സ്വത്തുള്ളതുകൊണ്ടോ ജാതിക്കെതിരെ സംസാരിച്ചത് രണ്ട് തെയ്യങ്ങളാണ് ഇത്. പ്രത്യേകിച്ച് പൊട്ടൻ തെയ്യമാണ് യഥാർത്ഥത്തിൽ ജാതിക്കെതിരെ സംസാരിക്കുന്നത്. ഈ പൊട്ടൻ തെയ്യം എങ്ങനെയാണ് നിങ്ങൾ പൊട്ടൻ തെയ്യത്തെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. നിങ്ങളുടെ വേർഷൻ എങ്ങനെയാണ്? അവിടുത്തെ വടക്കൻ നിങ്ങളുടെ കേരളത്തിലെ അവിടെ ആ ഭാഗത്ത് നിങ്ങളുടെ വടക്കൻ കേരളത്തിലെ അല്ല അവിടെയാണല്ലോ. പക്ഷെ പൊട്ടൻ തെയ്യം ഇവിടെ ഞങ്ങളത് ശങ്കരാചാര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് കഥയുണ്ട്. അതും ഏകദേശം അതേപോലത്തെ ഒരു ഇതിവൃത്തം തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ അവിടെ സാധാരണക്കാർക്ക് പോലും ഇതിന്റെ തോറ്റം മുഴുവൻ കാണാതെ അറിയാം. ആണല്ലേ? ഞാൻ പലരും പാടി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഊർജം അവർക്കൊക്കെ ഉണ്ട്. അത് അച്ഛനും ആ ഒരു ബഹുമാനം പൊട്ടനോടുണ്ട്. പുള്ളി ചിലപ്പോഴൊക്കെ പറയും ഞാനൊരു പൊട്ടൻ തെയ്യമാണെന്ന് പറയും. അങ്ങനെ സ്വന്തം പറയാറുണ്ട്. ഭ്രാന്തൻ പുള്ളി പറയും, ഞാൻ ഭ്രാന്തൻ കണ്ടല്ലാന്ന് പറയുന്നത്. ഭ്രാന്തൻ കണ്ടല്ലാന്ന് പറയുന്ന പോലെ തന്നെ ഞാനൊരു പൊട്ടൻ തെയ്യമാണെന്ന് പറയാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു എന്തോ ഒരു അതിനെപ്പറ്റി അധികം ആരും ആലോചിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ പുലിമറിഞ്ഞ തൊണ്ടച്ചൻ എന്താന്ന് പറയാമോ? പുലിമറിഞ്ഞ തൊണ്ടച്ചൻ വടക്കൻ കേരളത്തിലെ വളരെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു തെയ്യമാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള സമുദായങ്ങൾ പോലും ബഹുമാനിക്കുന്ന ഒരു തെയ്യമാണ് പുലിമറിഞ്ഞ തൊണ്ടച്ചൻ. അതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് കാരിഗുരുക്കൾ എന്ന് പറഞ്ഞൊരു സമൂഹത്തിൽ ഭയങ്കരമായി അംഗീകരിക്കപ്പെടുന്ന ഒരു കീഴാളനായിട്ടുള്ള ഒരു ആചാര്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കളരി അറിയാമായിരുന്നു, വലിയ അഭ്യാസിയായിരുന്നു, വൈദ്യനായിരുന്നു, ഒരു ഇന്റലക്ച്വൽ ആയിരിക്കണം അദ്ദേഹം. വളരെ ജ്ഞാനമുള്ള നമ്മുടെ പ്രദീപൻ പാമ്പിരിക്കുന്നൊക്കെ എഴുതുന്ന എരി എന്ന് പറഞ്ഞ നോവലിലെ കഥാപാത്രം ഉണ്ടല്ലോ, വായിച്ചിട്ടുണ്ടോ? അപ്പൊ എരിക്ക് സമാനമായ ജീവിതം ഉണ്ടായിരുന്ന അല്ലെ അതുപോലത്തെ ഒരാളായിരുന്നു യഥാർത്ഥത്തിൽ ഈ കാരിഗുരുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അതുപോലെ വലിയ പ്രശസ്തനായതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത്
മലബാറിലെ സവർണരായിട്ടുള്ള ആൾക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ വളർച്ചയോട് അസൂയ തോന്നുന്നു. നാട്ടുകാരെല്ലാം ഇദ്ദേഹം പറയുന്നത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നാടുവാഴിക്ക് തുല്യമായ കമാൻഡിങ് പവറൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ കാര്യഗുരുക്കൾ. അപ്പോൾ ആ ഒരു ഇതിൽ അസൂയ മൂത്തിട്ട് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് അവിടുന്ന് നാടുവാഴിയുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ അവരഭിനയിക്കുകയും അതിന് പ്രതിഫലം അതിന് മരുന്നായിട്ട് അവിടുത്തെ നാട്ടിലെ പ്രധാനപ്പെട്ട വൈദ്യം പറയുന്ന എന്താണ് പുലിയുടെ പാല് കൊണ്ടുവന്നാലേ ശരി. നമ്മുടെ അയ്യപ്പന്റെ കഥ പോലെയാണ്. ചിലപ്പോ ഇത് എനിക്ക് തോന്നാറുണ്ട്. പുലിയുടെ പാല് കൊണ്ടുവന്നാലേ ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരാളെ നിർദ്ദേശിക്കുകയാണ്, ഈ കാര്യഗുരുക്കൾ പോയാലേ ഇത് നടക്കുകയുള്ളൂ എന്നാണ്. അപ്പം അങ്ങനെ ഈ ആവശ്യം കാര്യഗുരുക്കളോട് അറിയിക്കും. അദ്ദേഹത്തിന് തുടക്കം തന്നെ ഇത് മനസ്സിലാവും, ഇതൊരു പ്ലോട്ടാണെന്ന് മനസ്സിലാവും. എന്നാൽ പോലും അദ്ദേഹം തോൽക്കാൻ മനസ്സില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൽ തയ്യാറാവുകയാണ്. അപ്പം ഇതിനകത്ത് വേറൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ കാര്യഗുരുക്കൾ ഒരു ഒടിവിദ്യയും കൂടി അറിയാവുന്നതാണ്. ഒടിവിദ്യ എന്ന് വെച്ചാൽ രൂപം മാറാൻ കഴിയുന്ന ഒരാളായിരുന്നു എന്നാണ് വിശ്വാസിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പുലിയായിട്ട് പോവുകയാണ്. അദ്ദേഹം പുലിയായിട്ട് രൂപാന്തരപ്പെട്ട് കാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ഭാര്യയോടൊരു ഉപദേശം കൊടുക്കും. അതായത് ഞാൻ പുലിയായിട്ട് പോവാണ്, പുലിയായി കാട്ടിലേക്ക് പോയിട്ട് തിരിച്ച് പുലിയായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ ആ അരിശത്തിലാണ് വരുന്നത്. അപ്പം നീ എന്ത് ചെയ്യണം, കാടി വെള്ളത്തിനകത്ത് ചൂല് മുക്കി എൻ്റെ മുഖത്തടിക്കണം. അതൊക്കെ എന്തൊരു രസകരമായിട്ടുള്ള ഭാവനയാണ്. സ്ത്രീയാണ്, സ്ത്രീ കാടി വെള്ളത്തിൽ ചൂല് മുക്കി മുഖത്തടിക്കണം. അപ്പം ഞാൻ എൻ്റെ പഴയ രൂപത്തിലേക്ക് വരും. അതൊക്കെ ഭയങ്കര മെറ്റഫറായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ പോയി പുള്ളി ഒരുപാട് പുലികളായിട്ട് നാട്ടിൽ വരും. അപ്പോൾ ഇവരൊക്കെ പേടിച്ചോടും മറ്റേ ടീമൊക്കെ. നമ്മുടെ അയ്യപ്പൻ്റെ അതേ കഥ പോലെ തന്നെ. പക്ഷെ തിരിച്ച് ഇദ്ദേഹം വീട്ടിലേക്ക് വരുമ്പം ഭാര്യ ഇത് കണ്ട് പേടിച്ച് വാതിലടച്ച് ഇരിക്കും, തുറക്കില്ല. അപ്പം അദ്ദേഹം വന്ന് വാതിൽ മുട്ടുന്നുണ്ട്. അപ്പം അവരോട് പറഞ്ഞതനുസരിച്ച് ചൂലെടുത്ത് അടിച്ചാൽ മതി. പക്ഷെ അവർ പേടിക്കുകയും അവരങ്ങനെ ചെയ്യാതിരിക്കുകയും ചെയ്തു. പക്ഷെ വേറൊരു വേർഷനും കൂടെ ഉണ്ട്. അത് മറ്റു പലരും അവരെ ഉപദേശിച്ച് ചെയ്യിക്കാതിരിപ്പിച്ചാണെന്നോ അങ്ങനെ ചില കഥകളും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവർ തുറക്കാതിരിക്കുക. അവസാനം ഈ പുലി മറിഞ്ഞ തൊണ്ടച്ചൻ എന്ന് പറഞ്ഞ ഈ ആള് കരിഗുരുക്കള്, തൊണ്ടച്ചൻ എന്ന് പറഞ്ഞാൽ മുതിർന്ന ആൾക്കാരെ തൊണ്ടൻ എന്നാണ്, കിളവൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മൂത്ത ആൾക്കാരെ നമ്മൾ തൊണ്ടൻ എന്നാണ് പറയുക. തൊണ്ടച്ചൻ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളെന്നാണ്. പുലി മറിഞ്ഞ തൊണ്ടച്ചൻ, പുലിയായി മാറിയ മുത്തപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്നിട്ട് വീടിന്റെ മേൽക്കൂര പൊളിച്ച് ഭാര്യയെയും കൊന്ന് കാട്ടിലേക്ക് കയറിപ്പോയി എന്നാണ് ഈ പുലി മറിഞ്ഞ തൊണ്ടച്ചന്റെ ഇതിവൃത്തം. ഈ കാര്യഗുരുക്കള് പുലയ കമ്മ്യൂണിറ്റിയാണ്. അതെ അതെ അതെ. പുലയരുടെ ഒരു പ്രധാനപ്പെട്ട, ഒരുപക്ഷെ വടക്കൻ കേരളത്തിലെ ഒരു അയ്യങ്കാളിക്ക് സമാനമായ ഒരാളാണ് പുലി മറിഞ്ഞ തൊണ്ടച്ചൻ. എനിക്ക് എല്ലാ വീടുകളിലും അറിയാവുന്നതാണ്. എല്ലാവർക്കും മാത്രമല്ല, ഇത് ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് വെച്ചാല് ഈ തെയ്യം വടക്കൻ കേരളത്തിലെ എല്ലാ സമുദായങ്ങളുടെ ഇടയിലും പ്രസിദ്ധനായ ഒരാളാണ്. അവര് പോലും ബഹുമാനിക്കുന്ന ഒരാളാണ് ഈ പുലി മറിഞ്ഞ തൊണ്ടച്ചൻ എന്ന് പറഞ്ഞ തെയ്യം. മറ്റുള്ള ഇപ്പം നമ്പ്യാന്മാരായിട്ടുള്ള ആൾക്കാരും ഒക്കെ അവർക്കൊക്കെ അറിയാം ഇത്. അവരും ഈ തെയ്യം കെട്ടിയാടുമ്പോൾ അവരും ഇതിൽ വരാറുണ്ട്, അവരും നേർച്ചയൊക്കെ ഇടാറുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഭയങ്കര രൗദ്രഭാവത്തിലുള്ള ഒരു തെയ്യമാണിത്. ഇത് കെട്ടിയാടുമ്പോൾ സ്ത്രീകളൊന്നും ഫ്രണ്ടിൽ നിൽക്കരുത്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് കെട്ടിയാടുമ്പോൾ ഇത് ഭയങ്കര ഭാര്യയെ കൊന്നിട്ടാണല്ലോ പോയത്. അത് തന്നെ. അപ്പം ഇത് 4 പേര് പിടിച്ചോണ്ടാണ് ഈ തെയ്യത്തിനെ കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് ഭയങ്കര രൗദ്രഭാവത്തിലൊരു തെയ്യമാണ്, ഭയങ്കര രസകരമായിട്ടുള്ളൊരു തെയ്യമാണ്, നമ്മൾ കാണേണ്ടതാണ്. ഒരിക്കൽ നമ്മുടെ ഇവരുടെ തറവാട്ടിൽ അത് നടക്കാറുണ്ട്. അപ്പോൾ ഈ കാര്യഗുരുക്കള് തന്നെയാണോ ഈ കല്ലേൽ പൊക്കൂട്? അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതോ അദ്ദേഹം തന്നെ പറയുന്ന പൊട്ടൻ തെയ്യമാണോ? അദ്ദേഹം സ്വയം, ഞാൻ കേട്ടിട്ടുള്ള പൊട്ടൻ തെയ്യാണെന്നാണ് പറയുന്നത്. പിന്നെ കാര്യഗുരുക്കളെ പറ്റി പുള്ളി പറയുന്നത് അത് അയാളെ ചതിച്ചു കൊന്നതാണെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അച്ഛന് കൂടുതൽ പൊട്ടൻ തെയ്യത്തിനോടാണ് ഒരു താല്പര്യം. പൊട്ടൻ തെയ്യത്തിന്റെ പ്രത്യേകത
ഈ പറയുന്ന സവർണമായ ജ്ഞാനത്തെ വെല്ലുവിളിക്കുന്ന ഒരു കീഴാളനാണല്ലോ. അപ്പോൾ അതിലപ്പോൾ പൊട്ടൻ തെയ്യം തന്നെയാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ പൊതുവേ ദളിതരായ ഒരുപാട് മനുഷ്യർ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടാവണം വേറെയും. അപ്പോൾ കുടം മാഷ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുകയും നമ്മളൊക്കെ തന്നെ എഴുതുകയും വായിക്കുകയും ചെയ്ത, ഞാൻ അദ്ദേഹത്തെ ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യമായ എന്നുവെച്ചാൽ മാന്യമായ ഒരു അംഗീകാരം കിട്ടിയെന്നാണോ കിട്ടിയില്ല എന്നാണോ താങ്കൾ ഒരു മകളുടെ മകളെന്ന നിലയ്ക്ക് വിചാരിക്കുക? എന്താണ്, അംഗീകാരം കിട്ടിയോ താങ്കൾക്ക്? നമ്മളെ അച്ഛൻ പുറം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ നമ്മളെ സൊസൈറ്റി നമ്മളെ ഒരിതില് അത്ര പുള്ളി വെല്ലുവിളിയാണ് എപ്പോഴും. പുള്ളി അവരോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ നന്നായി അംഗീകാരം കിട്ടിയേനെ. പക്ഷെ എപ്പോഴും അച്ഛന്റെ ഒരു സ്വഭാവം എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള, അദ്ദേഹം എപ്പോഴും ഒരു റിബലായിട്ടാണ്, എവിടെയും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് തോന്നിയിട്ട് ഒരു കാര്യം തെറ്റാണ് തോന്നിയത് അത് എവിടെ വേണേലും പറയാൻ ഒരു മടിയില്ല, ഒരു ധൈര്യക്കുറവുമില്ല, അത് വിളിച്ചു പറയും. അങ്ങനെ ഒരു നമ്മൾ പറയാറില്ല, നിഷേധിയായിട്ടുള്ള ഒരാളാണ് എല്ലാ സമയത്തും. ശത്രുക്കള് ഭയങ്കരായിരുന്നു. അങ്ങനെയായിരുന്നു പുള്ളിക്കാരൻ. അദ്ദേഹത്തിന്റെ സൗമ്യത എന്ന് പറഞ്ഞൊരു സാധനമില്ല. അതെനിക്കൊന്നും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളായിരിക്കും. അത് പ്രകൃതിയോട് മല്ലടിച്ച് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വാത്സല്യത്തോടെ ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹം കണ്ടൽ ചെടികളോട് കാണിക്കുന്ന വാത്സല്യം അത് വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ, എൻ്റെ നാട് കുട്ടനാട് ഇവിടെ ആണല്ലോ, ചങ്ങനാശ്ശേരിയാണ്. അപ്പം ഞാൻ ഒരിക്കൽ കുട്ടനാട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. അപ്പം അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു വലിയ കുട്ടനാട് അദ്ദേഹം അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരിക്കൽ കുട്ടനാട്ടിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ വലിയ വിശാലമായ പാടശേഖരങ്ങളൊക്കെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം ഞാൻ കണ്ടിട്ട് ഭയങ്കരമായിട്ട്, അങ്ങനെ ഒരു അത്രയും സന്തോഷിച്ച് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. ഈ നെല്ലറ ഭയങ്കര വിശാലമായ അവിടെ എവിടെയെല്ലാം കണ്ടൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും. ഈ ഒതളങ്ങ ഒരു കണ്ടലല്ലേ? ഒതളം അത് കുട്ടനാട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ ഒതളങ്ങ കഴിച്ച് മരിച്ചു പോകും. കള്ളിച്ചെല്ലം മരിക്കുന്ന ഒതളങ്ങ കഴിച്ചിട്ടാ. പഴയ ആത്മഹത്യ നമ്മുടെ പച്ചമാങ്ങ വലിക്കുന്നത്. നമ്മുടെ പ്രശസ്ത സിനിമയുണ്ടല്ലോ കമ്മട്ടിപ്പാടം. അപ്പൊ കമ്മട്ടി എന്ന് പറഞ്ഞത് ഒരു കണ്ടലാണ്. ഓ അത് ശരി. അതായത് കണ്ണാമ്പൊട്ടി എന്നാണ് മലബാറിൽ പറയാ. കമ്മട്ടി എന്ന് നമ്മുടെ ഈ എറണാകുളംകാര് കമ്മട്ടി എന്നാണ് പറയാ. അതൊരു കണ്ടലാണ്. ആ കണ്ടലിന്റെ വിത്ത്, അതിന്റെ കായെന്ന് പറഞ്ഞാൽ ഭയങ്കര കറയുള്ളൊരു കായാണ്. അത് കണ്ണിൽ വീണാൽ കുറേ സമയത്തേക്ക് നമുക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. 2 ദിവസം വരെ നമുക്ക് കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല എന്നാണ് പറയുക. കണ്ണിൽ വീണാൽ അതുകൊണ്ടാണ് കൺപൊട്ടി അല്ലേ കണ്ണാമ്പൊട്ടി എന്ന് പറയുന്നത്. കണ്ണ് പൊട്ടി പോകുന്നത്. അത് ഇപ്പൊ അതിനകത്ത് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തി അതെന്തോ ഔഷധ ഗുണമുള്ള ഇതാണെന്നാണ് അറിയുന്നത്. എന്തൊക്കെയോ ഇതിന് മരുന്നൊക്കെ. അതായത് ഈ മീനുകളുടെ ആവാസ വ്യവസ്ഥയും പ്രജനന കേന്ദ്രവും ഒക്കെ അതെ തീർച്ചയായും വെള്ളം ശുദ്ധീകരിക്കുന്നു കണ്ടൽ, അങ്ങനെയൊക്കെ ചില സെറ്റിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അത് യഥാർത്ഥത്തിൽ ഈ കണ്ടലുകൾ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കാർബൺ പ്രിസർവ് ചെയ്ത് വെക്കാൻ കഴിവുള്ള ഒരു ആവാസ വ്യവസ്ഥിതി കണ്ടൽ കാടുകളാണ്. കണ്ടൽ ചെടിയല്ല, കണ്ടൽ കാടുകൾ എന്ന് പറഞ്ഞൊരു വലിയ ആവാസ വ്യവസ്ഥിതിയാണ്. ഈ ആവാസ വ്യവസ്ഥിതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നിൽക്കുന്ന സ്ഥലം ഒരു ചതുപ്പ് നിലമാണ്. ഒരു സെമി കരയും കുറച്ച് വെള്ളവും കൂടെ ചേർന്ന ഒരു തരത്തിലുള്ള സ്ഥലമാണ്. ഇവിടെ ഇതൊരു ജൈവ മെത്തയാണ്. ഒരു സ്പോഞ്ച് പോലെ ഗാലിയൻ കണക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ ഫ്ലഡൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ അരൂര് ഭാഗത്ത് നമ്മുടെ ഈ 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ കണ്ടൽ ചെടികളുള്ള ആ സ്ഥലത്ത് വെള്ളം പൊങ്ങിയില്ല. വലിയ വെള്ളപ്പൊക്കം മറ്റിടത്തൊക്കെ ഉണ്ടായപ്പോഴും ഈ ഭാഗത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായില്ല. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഈ കണ്ടൽ ചെടികൾക്ക് ഫ്ലഡിനെ വരെ പിടിച്ചു നിർത്താനുള്ള ശേഷിയുണ്ട്. അതായത് ഈ ജൈവ മെത്തയിൽ ഗാലിയൻ കണക്കിന് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയും വേനൽക്കാലത്ത് ഇത് പതിയെ കരയിലേക്ക് വെള്ളം റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കാർബൺ പ്രിസർവ് ചെയ്ത് വെക്കുക. അത് നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ
ഹരിത ഗ്രഹപ്രവാഹം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഈ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കാർബൺ എമിഷനാണ്. മനുഷ്യർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മറ്റേ കാറായിട്ടും വണ്ടിയായിട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്ന കാർബൺ എമിഷനാണ്. ഈ കാർബണാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. എന്നാൽ കണ്ടൽ ചെടികളാണ് ലോകത്തിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബൺ പ്രിസർവേറ്റീവ് ചെയ്ത് വെക്കുന്ന ശേഷിയുള്ളവർ. അതായത് 50 ഹെക്ടർ വനം കാട് ചെയ്യുന്ന ആ പ്രോസസ്സ് വെറും 5 ഹെക്ടർ കണ്ടൽ വനം ചെയ്യും. അത്രയ്ക്ക് കപ്പാസിറ്റി ഉണ്ട്. ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാനും ഈ കാർബണെ വലിച്ചെടുത്ത് സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവാണ്. ഇപ്പോൾ അതുകൊണ്ട് പുതിയ ഗവേഷണങ്ങൾ കണ്ടൽ ചെടികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇതിനെ തന്നെ ബ്ലൂ എക്കോസിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. കണ്ടൽ ഉൾപ്പെടുന്ന ആ ഒരു ഇതിനെ ബ്ലൂ കാർബൺ എക്കോസിസ്റ്റം അങ്ങനെയാണത് പറയുന്നത്. കാർബൺ ഏറ്റവും കൂടുതൽ മില്യൺ കണക്കിന് വർഷങ്ങൾ കാർബൺ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് കണ്ടൽ ആവാസ വ്യവസ്ഥിതിക്കുണ്ട്. ചെടിയല്ല ഞാൻ പറയുന്നത്, മൊത്തം വ്യവസ്ഥിതിക്ക്. അതാണ് ലോകത്തെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം. ഇന്ന് ഗവേഷകർ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഇത്രയും വലിയ ശേഷിയുള്ള ഒരു ആവാസ വ്യവസ്ഥിതി വേറെ ഇല്ല. നമ്മളെ വലിയ വനത്തെക്കാളും കൂടുതൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇത് ഒരുപാട് സൂക്ഷ്മജീവികളുടെ പ്രജനന കേന്ദ്രമാണ്. ഇതൊരു നേഴ്സറിയാണ്. ഒരുപാട് ജീവജാലങ്ങൾ ഇതിൽ വന്ന്, പ്രത്യേകിച്ച് മത്സ്യങ്ങളും ഞണ്ടുകൾ, അതുപോലെ തന്നെ മറ്റേ എന്താണ് കൊഞ്ച്, ചെമ്മീൻ, ആ വിഭാഗത്തിൽപ്പെടുന്ന അനേകം കൊഞ്ചുകളുണ്ട്. അവയൊക്കെ ഇതിൻ്റെ വേരുകൾക്കിടയിലാണ് വന്ന് മുട്ടയിടുകയും അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അതിന് സ്വന്തം ജീവിക്കാൻ പറ്റുന്ന ഒരു പരിസ്ഥിതി വരെ ഈ വേരുകളുടെ ഇടയിൽ അത് ഒരു നഴ്സറിയാണ്. അതിനുശേഷമാണ് അത് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ആവാസ വ്യവസ്ഥ അനേകായിരം പക്ഷികൾ, ജലജീവികളുടെ അല്ലേ, പക്ഷികളും ജലജീവികളും ചേരുന്ന ഒരു വല്ലാത്ത. അപ്പൊ പക്ഷികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതമാണ്. കാരണം വിദേശികളായ പക്ഷികൾ, അന്റാർട്ടിക് റീജിയനിലുള്ള പക്ഷികൾ വരെ ദേശാടനം ചെയ്ത് ഇവിടെ വന്ന് താമസിക്കുന്ന കൂട് വെച്ച് കുഞ്ഞുങ്ങളായിട്ട് തിരിച്ചു പോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അനേകായിരം പക്ഷികളുടെ ഒരു കേന്ദ്രമാണ്. ഒരുപാട് ചെറിയ ഉരക ജീവികൾ ഒരുപാട് നമുക്കറിയാതെ നമ്മൾ പ്രകൃതിയെ സഹായിക്കുന്ന, നമ്മള് ബഷീറിന്റെ കഥ വായിച്ചത് വാസവണ്ണ ഓർക്കുന്നുണ്ട്, ഭൂമിയുടെ അവകാശികൾ, മൂർഖം പാമ്പ് എന്ന് പറഞ്ഞ. അപ്പൊ അതിനകത്ത് അദ്ദേഹം ചെറിയൊരു പ്ലോട്ട് എങ്ങനെയാണ് ഒരുപാട് ജീവികൾ ജീവിക്കുന്നത്, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എത്രയോ മടങ്ങാണ് കണ്ടൽ, ഒരു ചെറിയ കണ്ടൽ വനത്തിൽ ഉള്ളത് എന്ന് യഥാർത്ഥത്തിൽ നമുക്കറിയില്ല. അപ്പം അതൊക്കെ തിരിച്ചറിഞ്ഞ അതൊക്കെ ഈവൻ ഞാൻ പോലും ഇതൊക്കെ മനസ്സിലാക്കുന്നത് അച്ഛനെ പരിചയപ്പെടുകയും ഇതിലേക്ക് വന്നിട്ടുമാണ്. ഞാനും കണ്ടലിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് പൊക്കടമാഷിന്റെ കൃതികൾ അദ്ദേഹം നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആത്മകഥ വായിക്കുമ്പോഴും ഒക്കെയാണ് നമ്മൾ പിന്നെ പരിസ്ഥിതിയെ കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി എന്നുള്ള കേരളത്തിലേക്ക്. പരിസ്ഥിതി ഈ വനസംരക്ഷണം, മൃഗസംരക്ഷണം മാത്രമാണെന്നൊരു തെറ്റിദ്ധാരണ കേരളത്തിലുണ്ടായിരുന്നു. അതിന് ഈ കുറ്റിക്കാടുകളും കണ്ടൽക്കാടുകളും തോടും പുഴയും കൃഷിയിടങ്ങളൊക്കെ ചേരുന്നതാണ് പരിസ്ഥിതി എന്ന് പറയുന്നൊരു, അതിനൊന്ന് വിപുലീകരിച്ചു എന്നുള്ളതാണ്, ബഹുജനവൽക്കരിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കവിത എഴുതി കഴിഞ്ഞാലേ ഇപ്പോൾ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സുഗതകുമാരി അല്ലെങ്കിൽ അയ്യപ്പ പണിക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കടമനിട്ട എന്നൊക്കെ പറയും. അവർ പരിസ്ഥിതി അതൊന്നും അപ്പായിട്ട് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർ എവിടെയെങ്കിലും മരം നട്ടായിട്ട് എനിക്കറിയില്ല. ക്യാമറയുടെ മുമ്പിൽ അവരൊരു ഹവോൾഡാറിയിൽ കുറച്ച് ഷൂട്ട് എടുത്തൊന്ന് ഒഴിച്ചാൽ അവരൊന്നും നട്ടായിട്ട് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ അമ്മമാരൊക്കെ ഒരു അരിവാൾ പോലെ വളഞ്ഞ് അവരൊക്കെ മരിക്കുന്നത്, അത്രയും കൃഷി നട്ടും പറിച്ചൊക്കെ പോയി. അപ്പം അങ്ങനെ ഈ പറയുന്ന സാംസ്കാരിക പ്രവർത്തനം, കവിത എഴുത്ത്, പാട്ട്, റാലി നടത്തലൊന്നും അല്ല. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നട്ട് പരിപാലിച്ച് അതിൽ നിന്ന് അതിനെ വളർത്തിയെടുക്കുക എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ എഴുത്തിൽ നിന്നും ക്രിയയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഞാൻ ഈ മാഷിനെ കുറിച്ച്. സ്വന്തം ജീവിതം കൊണ്ടാണ് അച്ഛൻ പരിസ്ഥിതി പ്രവർത്തനം നടത്തിയത്. സ്വന്തം ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കുകയും സ്വകാര്യ ജീവിതം എന്നൊന്നും ഇല്ലാതാവുകയും പരിസ്ഥിതി ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അല്ലാതെ ആ സിനിമ ഉണ്ടല്ലോ, എന്താ പേര്, നമ്മുടെ ജയൻ ചെറിയുടെ സിനിമ
അതെ അതെ പാപ്പിലിയ ബുദ്ധ. പാപ്പിലിയ ബുദ്ധ. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു ലോകം കാണിക്കുന്നുണ്ടല്ലോ. ചെറുതായി കാണും. പാപ്പിലിയ ബുദ്ധ അല്ല, പാപ്പിലിയ ബുദ്ധത്തിൽ അദ്ദേഹമാണല്ലോ മുഖ്യമായി അഭിനയിക്കുന്നത്. തീർച്ചയായും അതിൽ അങ്ങനെ ഒരു ലോകം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കേരളത്തിൽ അങ്ങനെ ഒരു ചർച്ചയായി പോകുന്നില്ല എന്നുള്ളതൊരു ആയിട്ട് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. ഏതാ ഇപ്പോഴേ ആ മുമ്പ് ഒരു ഘട്ടം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ആ വളരെ പ്രശസ്തനായിരിക്കുകയും എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തി അല്ലെങ്കിൽ ആരെങ്കിലും അത്തരത്തിൽ ഇപ്പോൾ ഇത് തന്നെ നിങ്ങളൊരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾക്കത് ഓർമ്മ വരുന്നത്. അല്ല ഇതിനെപ്പറ്റി പറയേണ്ട ഒരു പ്രാധാന്യം വലുതാണെന്ന് ഞാൻ പറയുകയായിരുന്നു. അല്ല അത് പൊതുവേ ഈ ദിനാചരണങ്ങളൊക്കെ എടുത്ത് നോക്കുക, ഒരു വരേണ്യനായ ഉദാര പുരുഷന്റെ പേരിലാണ് എല്ലാം നിൽക്കുള്ളൂ. വായനയാവട്ടെ, ദിനങ്ങളാവട്ടെ ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ പരിസ്ഥിതിയിൽ ഇത്രയും ഇടപെട്ട ഒരാളുടെ പേരിൽ ഗവൺമെന്റ് തന്നെ ചെയ്യണം. തീർച്ചയായും ഇപ്പൊ PN പണിക്കർ ആണോ കേരളത്തിൽ എല്ലാവരും പുസ്തകം വായിപ്പിച്ചെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷെ PN പണിക്കരാണ് പുസ്തകം വായിപ്പിച്ചതെന്ന് എല്ലാ വർഷവും വായനാദിനെന്നും പറഞ്ഞ് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു പ്രക്രിയ ശരിക്കും പറഞ്ഞാൽ പുതിയ പുതിയ പൊളിറ്റിക്കൽ എഴുത്ത്, രാഷ്ട്രീയം, അധികാരം ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അത് അങ്ങനെ ഒരു പരിഗണന അദ്ദേഹത്തിന് ഇനിയും കൊടുക്കേണ്ടതുണ്ട്. അത് ഈ കണ്ടൽ നടാൻ പോയ ഒരു അനുഭവം പറയാമോ? വെള്ളത്തിലൊക്കെ ഞങ്ങളൊന്നിച്ച് പോയിട്ടുണ്ട് അച്ഛനായിട്ട് അല്ലേ? ഞങ്ങൾ ഒരു തോണിയാത്ര നടത്തി. ഞാൻ വിവാഹം കഴിച്ച് ചെല്ലുന്ന സമയത്ത് ആലോചനയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ പ്രപ്പോസലൊക്കെ വെക്കുന്നതിന് മുമ്പാന്ന് തോന്നുന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരിക്കൽ പോയപ്പോൾ ഞങ്ങൾ ഒരു തോണിയിൽ അച്ഛൻ തോണിയിൽ ഞങ്ങൾ പോകുന്നതായിട്ട് ഞാൻ ഒരു ഓർമ്മയുണ്ട്. അത് ഭയങ്കര പെട്ടെന്ന് ക്ഷീണം വന്ന് കുറച്ച് നട്ടപ്പം തന്നെ. പക്ഷെ അച്ചാച്ചൻ ഇത് എല്ലാ തവണയല്ലേ ഇതിനകത്ത് ഇറങ്ങി ഞാനൊക്കെ അതിന്റെ ചളിയിലോട്ട് ഇറങ്ങിപ്പോന്നു. നമുക്ക് പിടിച്ചു നിൽക്കാനോ അങ്ങനെ ഇതില്ലല്ലോ. അച്ചാൽ അന്നേരം ഞാൻ ഓർത്തത് ഒരു ചെറിയൊരു കാര്യമല്ല കൊണ്ട് നടന്നതും വെയിലും അല്ല. നമ്മുടെ പൊതുവെ പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പൊ ജൂൺ 5 ഒരു മരം നട്ടു, പിന്നെ അടുത്ത കൊല്ലം ആ കുഴി തന്നെയാണ് നടുന്നത്. കാരണം അത് പിന്നെ പിറ്റേന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ട്, വെള്ളം ഒഴിക്കും നോക്കാം. പക്ഷെ അദ്ദേഹം നട്ടത് വളരുന്നുണ്ടോ, അത് അതിനെല്ലാം പറ്റുന്നുണ്ടോ പിന്നെ പോയി നോക്കി എന്നുള്ളതാണ്. അല്ലേ, റോഡ് പണിക്ക് വേണ്ടി വെട്ടിക്കളഞ്ഞു. അത് വലിയ വിഷയമല്ലേ? അദ്ദേഹത്തിന് അത് വലിയ ഷോക്കായി പോയി. അവസാനം ഫുഡില്ല, വെള്ളമില്ല, ഉറക്കില്ല, ഒരു ഭ്രാന്ത്. അന്ന് അതാ ഭ്രാന്തം കണ്ടരുമായിട്ട് അച്ഛന് ഭ്രാന്തായി. മക്കളെ നഷ്ടപ്പെട്ട പോലെ ആയി. അദ്ദേഹത്തിന്റെ ഒരു മാനസിക നില തെറ്റുകയും പിന്നീട് ഹോസ്പിറ്റലൈസിലൊക്കെ ശരി അദ്ദേഹം തിരിച്ചു വന്നത്. അത്രയ്ക്ക് ഷോക്കായി പോയി അദ്ദേഹത്തിന് ഈ കണ്ടൽ വെട്ടിക്കഴിഞ്ഞു. അല്ല, അതൊരു വലിയ ഏതായാലും മരണകാലം അവസാന കാലം എങ്ങനെയായിരുന്നു? അമ്മമ്മ മരിച്ചു കഴിഞ്ഞതിന് പുള്ളി പകുതി മരിച്ചു എന്ന് വേണം പറയാൻ. ആ ഒരു വെള്ളയായിരുന്നു ആദ്യം എപ്പോഴും. അച്ഛൻ്റെ കാണുമ്പോൾ വെള്ള ഡ്രസ്സും ഉണ്ട്, പിന്നെ കറുപ്പും ഉണ്ട് അവിടുത്തെ. മുടിയൊക്കെ മൊട്ടയടിച്ച് എപ്പോഴും അവിടെ ചെന്നിരുന്നു. ഒരു ആത്മീയത അല്ലേ, ആ ഒരു രീതിയിലായിരുന്നു. എപ്പോഴും പോയി അവിടെ ഇരുന്ന് സംസാരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മരിച്ചുപോയ അമ്മൂമ്മയോട് സംസാരിക്കുക അല്ലേ? ഭയങ്കര ആത്മബന്ധം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവര് തമ്മിൽ ഭയങ്കര ബോണ്ടേജ് ഉണ്ട്, ബോണ്ടിങ് ആണ്. പിന്നെ പുള്ളി അങ്ങനെ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്കൊന്നും പോവാറില്ല. അങ്ങനെ ഒരു ഇതിൽ കൂടി ഒരു ഇതിലേക്കായി. പിന്നെ അവസാനം ഞാൻ പറഞ്ഞില്ലേ, ഈ ആചാര്യ അവാർഡ് വാങ്ങാൻ വേണ്ടി പോകുന്ന അതാണ് അവസാനമായിട്ട് വാങ്ങുന്നത്. അത് മംഗലാപുരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഇത് വാങ്ങാനായിട്ടാണ് വരുന്നത്. 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കണം. ഗവർണറിലെ ഇതല്ലേ, പക്ഷെ പുള്ളി 20 മിനിറ്റ് സംസാരിച്ചു. 20 മിനിറ്റ് നിർത്താതെ. പുള്ളിയായിപ്പോ ഒരു കോമഡി ഉണ്ട്. ശ്രീനിവാസനും
ഉണ്ട്. ഇവര് ചെയറിനകത്ത് ശ്രീനിവാസൻ പൊക്കിടുന്നുണ്ട്, ഓരോരാൾക്ക് ഓരോ ചെയറിന്. അച്ഛൻ ശ്രീനിവാസന്റെ ചെയറിനാണ് കയറിയുന്നത്. ഇവര് അച്ഛൻ ഒരു മൂലയിലാക്കാൻ നോക്കിയതാ. അച്ഛൻ നടുക്കിരുന്നു. അത് ശ്രീനിവാസന്റെ ചെയറായിരുന്നു. പുള്ളി പൊക്കിടുന്നത് ചെയർ. പിന്നെ ഓരോന്നും ശ്രീനിവാസനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. അച്ഛന്റെ തുമ്മാമ്പാക്ക് മുറുക്കാൻ പാത്രം പിടിക്കുക, വെള്ളം എടുത്തു കൊടുക്കുക, ഇതൊക്കെ. പിന്നെ അവിടെ പോയി ശ്രീനിവാസൻ സംസാരിക്കാൻ സമയമില്ല. ആകെ ഗവർണറും കളക്ടറും എല്ലാവരും ഇവരൊക്കെ സംസാരിച്ചതിലും കൂടുതൽ. പക്ഷെ ഗവർണർ തന്നെ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലേ. ഞാനുണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ മരണശേഷം പ്രധാനമന്ത്രിയുടെ ഒരു അവാർഡ് കിട്ടിയായിരുന്നു. അത് അനന്തം പൈതലേനാണ് പോയി വാങ്ങിയത്. ഡൽഹി പ്രൈം മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് നേരിട്ടാണ് കിട്ടിയത്. അത് മരണശേഷം കിട്ടിയത്. അതാരും കേരളത്തിലൊന്നും അറിഞ്ഞു പോലും ഇല്ല. ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചിരുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവാർഡ് കൊടുത്ത് പോസ്റ്റ്മസ് ആണത്, മരണശേഷമാണ് അത് കിട്ടിയത്. അല്ലാതെ ഏതായാലും ഈ ഒരു ചർച്ചകളെ കുറച്ചുകൂടെ ഒരു ജനകീയ സ്വഭാവത്തിലേക്ക് പരിസ്ഥിതി പ്രവർത്തനം, അതുപോലെ തന്നെ ഈ നട്ടു വളർത്തുന്ന മനുഷ്യരെ അംഗീകരിക്കണം. അല്ലാതെ ഈ എഴുത്ത് മോശമല്ല, അതൊരു ആഹ്വാനമാണ്. പക്ഷെ ആഹ്വാനം ഏറ്റെടുക്കുന്ന മനുഷ്യരുടെ ഭാഗത്തു നിന്നിട്ടാണ് പൊക്കുട മാഷുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആഹ്വാനം ഏറ്റെടുത്ത മനുഷ്യർ ഇപ്പോഴും ഒരുപാട് വേറെ ഉണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ കണ്ടെത്തി ഒരു അംഗീകാരത്തിൻ്റെ ഒരു വഴി പൊക്കുട മാഷിൻ്റെ സ്മരണയ്ക്ക് മുമ്പ് നമുക്ക് നൽകാൻ പറ്റുമെന്നാണ് അല്ലേ വിചാരിക്കുന്നത്? തീർച്ചയായും നൽകേണ്ടതാണ്. അതിലെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ UN ലോക കണ്ടൽ ദിനം ആചരിക്കുന്നുണ്ട്. ആ ദിവസം ആചരിക്കുന്നതിൻ്റെ പിന്നിലെ കഥ ഭയങ്കര രസകരമാണ്. അതായത് ഇക്വഡോറിലാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ ഒരു കണ്ടൽ വനങ്ങൾ നശിപ്പിക്കുന്നതിനെതിരെ സമരം ചെയ്ത ഒരു ഗ്രൂപ്പ് പരിസ്ഥിതി സംരക്ഷകരൊക്കെ കൂടി ചേർന്ന്, അവിടുത്തെ നാട്ടുകാരൊക്കെ ചേർന്ന് ഒരു സമരം നടത്തി. ആ സമരത്തിൻ്റെ ഇടയ്ക്ക് ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു, ഹാർട്ട് അറ്റാക്ക് വന്ന്. അദ്ദേഹത്തിൻ്റെ ആ പേരിലാണ് ആ കണ്ടൽ ദിനം ലോകം ആചരിക്കുന്നത്. നമുക്കറിയാം, ഭയങ്കര രസകരമായൊരു കാര്യം. അപ്പോൾ അങ്ങനെ പോലും ആണ് ലോകം കണ്ടലിനെ കാണുന്നത്. അതുപോലെ കണ്ടലിന് വേണ്ടി മരിച്ച ഒരാളെന്നുള്ള ആ രക്തസാക്ഷിയുടെ പേരിലാണ് കണ്ടൽ ദിനം തന്നെ ലോകം കൊണ്ടാടുന്നത്. കേരളം സംബന്ധിച്ച് സ്വന്തം ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കുകയും ഒരു പരിസ്ഥിതി ജീവിതം അല്ലെങ്കിൽ ഒരു കണ്ടൽ ജീവിതം തന്നെ നയിക്കുകയും ചെയ്ത് അദ്ദേഹത്തെ ആ തരത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണ്, കൃത്യമായ ഒരു അംഗീകാരം പിന്നീടും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ അംഗീകരിക്കുക എന്നുള്ളതിനെ കവിഞ്ഞ് അദ്ദേഹത്തിന്റെ ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒരു കേരളത്തിലെ അങ്ങോളം ഒരു കണ്ടൽ ബെൽറ്റ് സ്ഥാപിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം. അത് ഞാൻ ഒരു ഹിസ്റ്ററി അധ്യാപനം പരിസ്ഥിതി ചരിത്രമൊക്കെ പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു 200 വർഷം മുമ്പ് കേരളത്തിൽ അങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. കേരളത്തിന്റെ തീരപ്രദേശത്ത് കണ്ടലിന്റെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഫലക ചലന സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചു, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഇതിനെ പ്രൂവ് ചെയ്യാനായിട്ട് അവരെടുക്കുന്ന ഒരു തെളിവ് ഈ ഭൂഖണ്ഡങ്ങളുടെ എല്ലായിടത്തും കണ്ടൽ ചെടികളുണ്ടായിരുന്നു, ഒരേ സ്പീഷീസ്. അതൊക്കെ വെച്ചിട്ടാണ് അവരത് പഠിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ കടൽ തീരത്ത് മുമ്പ് കണ്ടൽ വളരെ ശക്തമായി ഉണ്ടായിരുന്നു. അത് ഇന്ന് വെറും 9 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങി എന്നുള്ളതാണ്. കേരളത്തിൽ ഏതാണ്ട് 900 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന കണ്ടൽ വനങ്ങൾ ഇപ്പോൾ 9 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങി ആണല്ലേ. അപ്പോൾ അതിന്റെ ഈ ഭൂമാഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് ആയിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ, അച്ഛനെ അംഗീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സ്വപ്നത്തെ അംഗീകരിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു നിർദ്ദേശം. എൻ്റെ ഒരു വ്യക്തിപരമായ അത് ഈ കടൽ കയറുന്ന തീരപ്രദേശങ്ങളിൽ ഈ കല്ലുകൊണ്ടിടുന്ന ഒഴുകി പോകുന്നു, അതിനെയൊക്കെ മറികടക്കാൻ ഈ കണ്ടൽ ചെടികൾക്ക് കഴിയുമെന്നുള്ളൊരു പഠനം അല്ലേ? അതെ, ഒരു കണ്ടൽ ബെൽറ്റ് ഉണ്ടാക്കി കേരളത്തിൻ്റെ തീരപ്രദേശത്ത്. അത് കേരളത്തിന് ഇന്ത്യയുടെ മുഴുവൻ മൂന്ന് ഭാഗം ഇന്ത്യ കടലിൻ്റെ അടുത്താണ്. അവിടെ മുഴുവൻ കണ്ടൽ ചെടികൾ വരുവാണെങ്കിൽ ഇന്ത്യക്ക് അതൊരു വലിയ
ഇന്ത്യയുടെ പരിസ്ഥിതിയെ ഭയങ്കരമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരിക്കും. നമ്മൾ തീരത്ത് കണ്ടൽ വെച്ച് പിടിപ്പിച്ചാൽ എന്താണ് മറ്റുള്ളവർക്ക് പ്രയോജനമെന്ന് പലരും ചോദിക്കാറുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഇതുണ്ടെങ്കിലേ മുകളിൽ മല നിലനിൽക്കൂ. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഇവിടെ കണ്ടൽ നിന്നാലേ മല മലയായി നിൽക്കൂ, മഴ മഴയായി പെയ്യൂ എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ 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 ഓക്കെ. ഇത് ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ തീരത്ത് ചെയ്യുന്ന ഒരു കാര്യം മുകളിൽ വരെ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ 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 ഓക്കെ.